ശക്തമായ മഴയെ തുടർന്ന് പാനൂരിലെ പാനൂർ ഓപ്റ്റിക്കൽ സ്റ്റോപ്പിലേക്ക് ഓവുചാലിലെ മലിനജലം കയറി. KV ഫൈസലിന്റെ ഉടമസ്ഥതയിലുള്ള കടയിലേക്കാണ് ഓവുചാൽ അടഞ്ഞതിനെ തുടർന്ന് വെള്ളം ഓവർഫ്ലോ ആയി ഒഴുകിയെത്തിയത്. മലിനവെള്ളം പുറത്തേക്ക് നീക്കുന്നതിനും കട ശുചീകരിക്കുന്നതിനും ജീവനക്കാരും നാട്ടുകാരും ഏറെ നേരം പരിശ്രമിച്ചു. എന്താണ് അവസ്ഥ? അതായത് രാവിലെ നമ്മളെ സ്റ്റാഫായിരുന്നു സാധാരണ ഷോപ്പ് തുറക്കാറ്. അപ്പോൾ 9:30 മണിക്ക് ഷോപ്പ് തുറക്കുന്ന സമയത്ത് ഇവിടെ കംപ്ലീറ്റ് ചെളിവെള്ളവും ഭയങ്കര ദുർഗന്ധവും. ഷോപ്പ് തുറക്കുമ്പോൾ തന്നെ ഭയങ്കര കയറാൻ പറ്റുന്നില്ല അകത്തോട്ടേക്ക്, അത്തരത്തിലുള്ള ദുർഗന്ധം. ഒന്നാമത് ഓവുചാലുള്ള വെള്ളമല്ലേ, അങ്ങനെ ഭയങ്കര കച്ചറകളെല്ലാം ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കാലിൻ്റെ ഏകദേശം മുട്ടിനെ കുറച്ച് താഴോളം വെള്ളം ഉണ്ടായിരുന്നു. ഫർണിച്ചറെല്ലാം കാണുന്നില്ല, കംപ്ലീറ്റ് അവിടെ വരെ വെള്ളം, പിന്നെ കെഞ്ചേൻ്റെ പാടുകൾ അവിടെ കാണിക്കുന്നു. അപ്പോൾ കംപ്ലീറ്റ് എന്താണെന്ന് പറഞ്ഞാൽ അവൾ എന്നോട് പറയുന്നതിന് മുന്നേ അവൾ അപ്പോൾ എടുത്തിട്ട് പിന്നെ ബക്കറ്റിൽ വെള്ളം കോരി ഒഴിച്ച് അവളെ കൊണ്ടാവുന്ന കാര്യങ്ങളെല്ലാം ഒഴിച്ച്, പിന്നെ കുറച്ച് മഴ കുറഞ്ഞ് ചോറിന് ശേഷം എന്നാണ് ഈ ഒരു അവസ്ഥ ഇപ്പോൾ ഉണ്ടായത്. ഉള്ളിൽ കമ്പ്യൂട്ടറിൻ്റെ ആ ഭാഗത്തെല്ലാം മുറികളെല്ലാം കംപ്ലീറ്റ് വെള്ളമാണ്. അവിടെ കമ്പ്യൂട്ടർ, വിലപിടിപ്പുള്ള കമ്പ്യൂട്ടറാണ്, ലക്ഷങ്ങളുടെ മുതൽ മുടക്കുള്ള സാധനം. എയർ മെഷീൻ ഉണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്, ലെൻസോമീറ്റർ ഉണ്ട്. ഇതൊക്കെ ഇതിൻ്റെ പിന്നെ ആക്സസറീസ് എല്ലാം അതിൻ്റെ ഇത് നിലവിട്ട് ബന്ധപ്പെട്ട ഇലക്ട്രോണിക്സ് ഐറ്റംസ് അല്ലേ. അപ്പോൾ അതെല്ലാം കൊണ്ട് തന്നെ ഇപ്പോൾ എന്തെല്ലാം വർക്ക് ചെയ്യുന്നത് കാണുന്നില്ല ഇപ്പോൾ. സംഭവത്തെ തുടർന്ന് വ്യാപാരി വ്യവസായി സമിതി നേതാക്കളായ K മോഹനൻ, യൂസഫ് ജമൈക്ക, പടയൻ സജീവൻ, KV മുകുന്ദൻ എന്നിവർ കട സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. നമ്മളിവിടെ വന്നപ്പോൾ രാവിലെ ഇതിൻ്റെ ഉള്ളിലെല്ലാം വെള്ളമായിരുന്നു. അത് ഈ അശാസ്ത്രീയമായൊരു ഓവുചാല ഇവിടെ ഉള്ളത്. ആ ഓവുചാല ഇത് ക്ലീൻ ചെയ്തിട്ടില്ല, എത്രയോ വർഷങ്ങളായി ക്ലീൻ ചെയ്യാത്തത്. അതുകൊണ്ട് ആ വെള്ളം ഇപ്പോൾ കടയിലേക്ക് വന്ന് ആ കടയിലാകെ വെള്ളം നിറഞ്ഞിരിക്കുക. അപ്പോൾ രാവിലെ തന്നെ കട തുറക്കാൻ കഴിഞ്ഞില്ല. മഴയൊന്ന് നിന്നപ്പോൾ വെള്ളം കുറച്ച് വലിഞ്ഞു പോയി. പിന്നെ ബാക്കിയുള്ള എല്ലാം ബക്കറ്റിൽ മുക്കി ഒഴിച്ച് അങ്ങനെ വൃത്തിയാക്കിയിട്ടാണ് ഈ കട ഒന്ന് തുറന്നിട്ടുള്ളത്. നമ്മുടെ പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി നമ്മുടെ മുനിസിപ്പാലിറ്റിക്കും അതുപോലെ തന്നെ PWDക്കും കൊടുത്തിട്ടുണ്ട്. ഇത് ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് ഇതിൻ്റെ മെയിൻ്റനൻസ് അതോറിറ്റി ഉണ്ട്, അവർക്ക് നമ്മൾ പാസ് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്.